എവിടെ നോക്കിയാലും ഫേസ്ബുക്കിൽ നിന്ന് പൈസ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള പോസ്റ്റ് മാത്രമേ കാണാനുള്ളൂ. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? ശരിക്കും ഉണ്ടാക്കാൻ പറ്റുമോ? ശരിക്കും ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഒന്നാമത്തെ സത്യാവസ്ഥ. കാരണം കമന്റുകളിൽ ഒരുപാട് പേര് വന്നിരിക്കുന്നത് എനിക്ക് എത്ര ലക്ഷം തീയതി തൊട്ട് ഉണ്ടാക്കാൻ പറ്റും, എന്നാണ് ഇത് അപ്രൂവ് ആവുക, മാസം ഒരു 50,000 60,000 വെച്ച് ഉണ്ടാക്കാൻ പറ്റുമോ, ഇങ്ങനത്തെ കുറെ മെസ്സേജും കുറെ കമന്റും കാണാറുണ്ട്. ഇതിന്റെ മെയിൻ ബേസിക് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ അധ്വാനിക്കണം, നല്ല രീതിയിൽ പട്ടിപ്പണി എടുക്കുക എന്ന് പറയത്തില്ലേ, സെയിം അവസ്ഥ ഈ ഫേസ്ബുക്കിലും ചെയ്താലേ ഇതിനകത്ത് പൈസ കിട്ടത്തുള്ളൂ. ലക്ഷങ്ങൾ എന്നൊന്നും ഞാൻ പറയത്തില്ല, അത് ഉണ്ടാക്കുന്നവരുണ്ട് എന്നുള്ള ബ്രാക്കറ്റിൽ നിങ്ങൾ കൂട്ടിക്കോട്ടോ. എന്നാലും മോശമല്ലാത്ത 25, 30, 40,000 രൂപ വെച്ചൊക്കെ ഒരുവിധം ഉണ്ടാക്കുന്നവരും ഉണ്ട്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കോണ്ടന്റ്സ് കിട്ടണം. ഫോട്ടോസ് ആവാം, വീഡിയോസ് ആവാം, റീൽസ് ആവാം, എന്തും ആവാം. നിങ്ങൾ യാത്ര ചെയ്തപ്പോൾ വീഡിയോസോ ഫോട്ടോസ് ആവാം, ഡെയിലി കുക്കിങ്ങിന്റെ ഫോട്ടോസോ വീഡിയോസോ ആവാം, അങ്ങനെ എന്ത് വിടാം. പക്ഷെ നിങ്ങളുടെ ഒറിജിനൽ കോണ്ടന്റ് ആയിരിക്കണമെന്ന് മാത്രം. നല്ല രീതിയിൽ പണി ഇതിനകത്ത് എടുക്കേണ്ടി വരും, എന്നാലേ നിങ്ങൾക്ക് ഒരു അച്ചീവ്മെന്റ് ഇതിനകത്ത് കിട്ടുള്ളൂ. സ്വന്തം ഓൺ കോണ്ടന്റ് വേണമെന്ന് പറയുമ്പോൾ സ്വന്തം ഫോട്ടോസ് അല്ലെങ്കിൽ സ്വന്തം വീഡിയോസ് ഡെയിലി ഇട്ട് ആൾക്കാരെ വെറുപ്പിക്കരുത്. ആരും ചെയ്യുകയും ചെയ്യരുത്. ഒരു കാരണവശാലും കോപ്പിറൈറ്റ് കിട്ടാണ്ട് നോക്കുക. റോയൽറ്റി ഫ്രീ കോപ്പിറൈറ്റ്സ് ഉള്ള മ്യൂസിക്കുകളുണ്ട്, അത് യൂസ് ചെയ്യുക. ഒരു ഗുണം എന്താന്ന് വെച്ചാൽ പണ്ട് $100 ആയിരുന്നെങ്കിൽ മാത്രമാണ് ബാങ്ക് ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ അവൈലബിൾ ആകുന്നുള്ളൂ. അതായത് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ $100 ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം $25 നിങ്ങൾ ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് മാറ്റാം. ഏകദേശം ഒരു 2,500-3,000 രൂപ. ഈ ഒരു ജൂൺ ജൂലൈ മാസത്തിൽ ഫേസ്ബുക്കിൽ ഒരുപാട് അപ്ഡേഷൻസ് നടക്കുന്നുണ്ട്. ഏകദേശം ഒരു